തങ്കമണി പാണ്ടിപ്പാറയിൽ വൻ അഗ്നിബാധ. സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നയന ഓയിൽ മില്ലിലാണ് തീപിടിച്ചത്. കട്ടപ്പന, ഇടുക്കി ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീയണച്ചു. ഇന്ന് പുലർച്ചെ 5:30യോടുകൂടിയാണ് സംഭവം. ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ വെളിച്ചെണ്ണ ഉൽപാദന കേന്ദ്രമാണ് ഇത്. തങ്കമണി പാണ്ടിപ്പാറയിലാണ് വൻ തീപിടുത്തമുണ്ടായത്. സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നയന ഓയിൽ മില്ലിലാണ് തീ പടർന്നത്. ഇന്ന് പുലർച്ചെ 5:30 കൂടിയാണ് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നതിനാൽ സമീപ പ്രദേശങ്ങളിലൊക്കെ ആളുകളുണ്ടായിരുന്നു. ഇവരാണ് തീ പടർന്നത് ആദ്യം കണ്ടത്. ഉടൻ തന്നെ തങ്കമണി പോലീസിലും തുടർന്ന് അഗ്നിശമന സേനയെയും വിവരം അറിയിച്ചു. കട്ടപ്പന, ഇടുക്കി മേഖലയിൽ നിന്നുള്ള 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തുടർന്ന് 8 മണിയോടുകൂടിയാണ് തീ പൂർണ്ണമായും അണച്ചത്. ഇന്ന് രാവിലെ ഒരു 5:30 മണിയോടുകൂടി പാണ്ടിപ്പാറ പള്ളിയുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഓയിൽ മില്ലിന് തീപിടിക്കുകയും എന്താണ് കാരണമെന്നൊന്നും വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണെന്ന് സംശയിക്കുന്നു. അപ്പോൾ തന്നെ ഫയർഫോഴ്സ് കട്ടപ്പനയിൽ നിന്നും ചെറുതോണിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് തീ അണയ്ക്കുകയും വലിയൊരു അപകടം ഇവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. എന്താണെങ്കിലും ദൗർഭാഗ്യകരമായ സംഭവമായിപ്പോയി. ഒരു സംരംഭകൻ എന്ന നിലയിൽ വളരെയേറെ കഷ്ടപ്പെട്ട ഒരു മില്ല് പ്രവർത്തിച്ചു കൊണ്ടുപോകാൻ സന്തോഷ് എരപ്പൊഴിക്കര എന്ന വ്യക്തിയാണ് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് വലിയ നഷ്ടങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഹൈറേഞ്ച് മേഖലയിലെ തന്നെ ഏറ്റവും വലിയ വെളിച്ചെണ്ണ ഉൽപ്പാദന കേന്ദ്രമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങളുടെ കണക്ക് വ്യക്തമാക്കിയിട്ടുമില്ല. പ്രദേശവാസിയായ സന്തോഷ് ഇരിപ്പൂഴിക്കര എന്നയാളുടേതാണ് സ്ഥാപനം. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.